നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും അതോടൊപ്പം തന്നെ മതനിരപേക്ഷതയും വെല്ലുവിളി നേരിടുകയാണ്. അങ്ങനെ വെല്ലുവിളി നേരിടുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ പാർട്ടികൾ. അങ്ങനെ ആ ഇടതുപക്ഷ പാർട്ടികൾ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് പറയുന്നത് BJP എതിർക്കുന്നതാണ്. അങ്ങനെ BJP എതിർക്കുന്നു പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് എവിടെ വയനാട് വന്ന് ഈ ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് 500ഓളം MP-മാരുണ്ടായത് കോൺഗ്രസ് വന്ന് ഇപ്പോൾ 44 എണ്ണമായി ചുരുങ്ങ മാത്രമല്ല അവിടെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും ഈ കോൺഗ്രസിന് ഇപ്പോൾ കിട്ടാണ്ടായി. ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി യാതൊരു സംശയവും വേണ്ട, ഈ കോൺഗ്രസിനകത്ത് ആര് തിരിച്ചുണ്ടാകും, ഈ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് കോൺഗ്രസിലുണ്ടാകോ, കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിലുണ്ടാകോ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് BJP-യിലേക്കാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. കോൺഗ്രസിനെ കളയാക്കുന്നത് ഈ കേരളത്തിന് പുറത്തുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ള CPM നേതാക്കൾ ആർക്ക് വോട്ട് ചെയ്യും? ഞങ്ങൾ പറയുന്നത് BD സതീശനും ഈ പറയുന്ന KPCC പ്രസിഡന്റും ഭാവിയിൽ കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എവിടെയാണ് പത്മജ പോയത്, എവിടെയാണ് അനിൽ ആന്റണി പോയത്? കോൺഗ്രസ് 13 മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. 212 മുൻ MP-മാർ കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. 142 മുൻ MLA-മാർ കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. ഇന്ന് കോൺഗ്രസ് BJP-യിലേക്ക് കൊടുക്കുന്ന പാർട്ടിയായി ഇന്ത്യക്കകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്.